അവനും അവളും. മുന്നിൽ നിൽക്കുന്നവൻ്റെ കയ്യിൽ നിന്നും ആ ബോക്സ് വാങ്ങുമ്പോൾ അവളുടെ ഉള്ളം വിറച്ചു പോയിരുന്നു. നിറയാനൊരുങ്ങിയ മിഴികൾ ഇറുക്കെ ചിമ്മി അടച്ചുകൊണ്ട് അവളത് വാങ്ങി. ഇച്ചായൻ ഒത്തിരി ആഗ്രഹത്തോടെ പണ്ടെന്നോ വാങ്ങി വെച്ചതാ. ഐഷത്താനെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ ബാക്കി പറയാനാവാതെ കരയുന്നവനോടൊപ്പം അവളും കരയുകയായിരുന്നു. ഏയ് കരയല്ലേ ഐഷേച്ചി, നല്ലൊരു ദിവസമായിട്ട്. കണ്ണൊക്കെ തുടച്ചേ. പിന്നെ അവിടെ ഒരാൾ ചങ്ക് തകർന്നിരിക്കുക. അത് കണ്ടപ്പോൾ സങ്കടം തോന്നി, അതുകൊണ്ട് പറഞ്ഞു പോയതാ. എന്തായാലും വിധിച്ചതല്ലേ നടക്കുള്ളൂ. സന്തോഷത്തോടെ ഇരിക്കെ, പോട്ടെ. അതും പറഞ്ഞ് തൻ്റെ കയ്യിൽ ഒന്ന് അമർത്തി പിടിച്ച് യാത്ര പറഞ്ഞു പോന്നവനെ അവൾ ഒരു നിമിഷം നോക്കി നിന്നുപോയി. ശേഷം തിടുക്കത്തോടെ മുറിയുടെ വാതിൽ അടച്ച് കയ്യിലെ ബോക്സ് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഒരു പൊന്നിൻ്റെ നൂലിനാൽ കോർത്ത മിന്നുമാല അവളുടെ കയ്യിലിരുന്ന് വിറച്ചു. എൻ്റെ ഐഷുമ്മയ്ക്കായി ഞാനൊരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്. എൻ്റെ പെണ്ണായി എൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ ഞാനത് നിൻ്റെ കഴുത്തിൽ അണിയിച്ചു തരും. അതിനെൻ്റെ ജീവൻ്റെ വിലയുണ്ട് കേട്ടോ എന്ന് ഒരിക്കൽ പിറകെ നടന്നുകൊണ്ട് അവൻ പറഞ്ഞത് ചെവിയിൽ അലയടിക്കവേ ആ മാല നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടവൾ അവിടെ വെറും നിലത്തിരുന്നു. എന്നോട് ക്ഷമിക്കണേ ഇച്ചായ. ആരെയും വേദനിപ്പിച്ച് എനിക്ക് നിങ്ങളുടെ ആവാൻ കഴിയില്ല. നിങ്ങളെ അല്ലാതെ വേറൊരാളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും എനിക്കാവില്ലല്ലോ. ഓർക്കവേ ശ്വാസം വിലങ്ങും പോലെ അവൾക്ക് തോന്നി. ഇതേസമയം അവിടെ നിന്നിറങ്ങി ജോയൽ നേരെ തൻ്റെ വീട്ടിലേക്ക് ചെന്നു. വാതിൽ തള്ളി തുറന്ന് മുകളിലെ മുറിയിലേക്ക് ഓടിയെത്തിയ അവൻ ബെഡിൽ കണ്ണിന് മേലെ കൈവച്ച് കിടക്കുന്നവനെ ഒരു നിമിഷം നോക്കി. ഇച്ചാ. ആ ജോക്കുട്ട, നീ വന്നോ? ഞാൻ തന്നത് അവൾക്ക് കൊടുത്തില്ലേ? തൻ്റെ കയ്യിലേക്ക് നോക്കി ചോദിക്കുന്നവനെ നോക്കി അവൻ മെല്ലെ തലയനക്കി. നന്നായി. ഇനി അതിൻ്റെ ഭാരം ഞാൻ ചുമക്കേണ്ടല്ലോ. അല്ലെങ്കിലും തെറ്റ് ചെയ്തത് നമ്മളല്ലേ. സ്ഥാനവും നിലയും മറന്ന് സ്നേഹിച്ചാൽ ഇതാവും അവസ്ഥ. വേദനയോടെ പറയുന്നവനെ ജോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഇച്ചയ്ക്ക് പോയി വിളിച്ചൂടെ? ഇച്ച ചെന്ന് വിളിച്ചാൽ ഐഷേച്ചി ഉറപ്പായും ഇറങ്ങി വരും. ഞാനത് കയ്യിൽ കൊടുക്കുമ്പോൾ നെഞ്ച് പൊട്ടി കരയുമായിരുന്നു ആ പാവം. ജോ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ആദം വേദനയോടെ തല വിലങ്ങനെ ആട്ടി. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ കണ്ണുനീരും ഏറ്റുവാങ്ങി അവളെ ഞാൻ സ്വന്തമാക്കിയാൽ അതിനൊരർത്ഥമുണ്ടാവോടാ. ഞാൻ വിളിച്ചാൽ അവൾ വരും, അതിനെക്കുറപ്പാ. ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞില്ലേലും അവൾക്കുള്ളിൽ ഞാൻ മാത്രമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ജന്മം പരസ്പരം വിധിച്ചിട്ടുണ്ടാവില്ല. അവൻ പറയവേ ജോ ഒന്നും മിണ്ടിയില്ല. പപ്പയും മമ്മിയും? അവർ കല്യാണ വീട്ടിലാണ്. പപ്പ പുറത്തും മമ്മി അകത്തുമായി ഓരോ പണി ചെയ്ത് സഹായത്തിലാണ്, ജോ പതിയെ പറഞ്ഞു. അതേതായാലും നന്നായി. എനിക്കോ പോവാനായില്ല. അവരെങ്കിലും അവിടെ ഉണ്ടല്ലോ. പിന്നെ ഓരോ ചോദ്യങ്ങളും എനിക്ക് കേൾക്കേണ്ടി വന്നില്ലല്ലോ. നീ താഴെ പോയി എന്തെങ്കിലും കഴിച്ച് കിടന്നോ ജോക്കുട്ടാ. ഞാനും കുറച്ച് കിടക്കട്ടെ. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ആദം പറഞ്ഞപ്പോൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ജോയൽ പുറത്തേക്ക് നടന്നു. അത് നോക്കി കിടക്കവേ ആദമിൻ്റെ മനസ്സിൽ അവൻ്റെ പ്രണയത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു. അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്ന കുടുംബം, പരസ്പരം സഹായിച്ചും കൂട്ടുകൂടിയും കഴിയുന്നവർ. അപ്പോൾ അവരിൽ മതത്തിൻ്റെ അതിരുകളില്ലായിരുന്നു. ഉണ്ടാക്കുന്ന ഭക്ഷണം പോലും അവർ പങ്കിട്ട് കഴിക്കാറുണ്ട്. ആദ്യമൊക്കെ തൻ്റെ അനിയനുമായി കളിക്കാനും മമ്മിയുടെ സ്പെഷ്യൽ ഫുഡൊക്കെ കഴിക്കാനുമൊക്കെ അവിടെ ഓടിവരുന്ന കുഞ്ഞിപ്പെണ്ണിനെ അത്രയ്ക്ക് ശ്രദ്ധിച്ചില്ലായിരുന്നു താൻ. പക്ഷേ പോകെ പോകെ അവളിൽ മാത്രമായി തൻ്റെ ശ്രദ്ധ. ഒരു ദിവസം പോലും മുടങ്ങാതെ വീട്ടിലേക്ക് കയറി വരുന്നവളിൽ മാത്രമായി താൻ അടിമപ്പെട്ടു പോവുകയായിരുന്നു. അവളുടെ കളിയിൽ, ചിരിയിൽ. തൻ്റെ പപ്പയോടും മമ്മിയോടും കൊഞ്ചി കളിച്ച് നടക്കുന്നവളെ ഞാൻ എൻ്റെ നെഞ്ചിലേറ്റി. അവളും ജോക്കുട്ടനും തമ്മിൽ പ്രായവ്യത്യാസം ഏറെയുണ്ടെങ്കിലും അവൾക്കവൻ ബെസ്റ്റ് ഫ്രണ്ട് പോലെയാണ്. പണ്ട് മുതലേ അവരാണ് കൂട്ട്. അങ്ങനെ ഒടുവിൽ അവൾ തൻ്റെ മനസ്സിൽ ആഴത്തിൽ വേരുറച്ചു പോയപ്പോൾ ഒരു നാൾ മുകളിലെ നിലയിൽ ബാൽക്കണിയിൽ ഇരിക്കുന്നവളുടെ അടുത്ത് ചെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അന്നാ നിമിഷം കരിമഷി കൊണ്ട് വേലി തീർത്ത ഉണ്ടക്കണ്ണുകൾ ഉരുട്ടിക്കൊണ്ടുള്ള അവളുടെ ആ നോട്ടം എൻ്റെ നെഞ്ചിലാണ് വന്നു ചേർന്നത്. ആ നിമിഷം തന്നെ അവളെ വരിഞ്ഞു മുറുക്കി ആ മിഴികളിൽ ചുംബിക്കുവാൻ മനസ്സ് അതിയായി ആഗ്രഹിച്ചുവെങ്കിലും തൻ്റെ മിന്നു ചാർത്തി തൻ്റെ സ്വന്തമാവാതെ അവളുടെ വിരൽ തുമ്പിൽ പോലും തൊട്ട് അശുദ്ധമാക്കില്ലെന്ന് ഉറപ്പിച്ചതായിരുന്നു. മനസ്സിലെ ആശകൾ അടക്കിക്കൊണ്ട് അവളെ നോക്കി നിൽക്കവേ നിറഞ്ഞ കണ്ണാലെ അവൾ പറഞ്ഞു, ഇതൊന്നും ശരിയാവില്ല, എന്നെ സ്നേഹിക്കരുത് എന്ന്. അത് പറയുമ്പോഴും എൻ്റെ ശ്രദ്ധ അവളുടെ മിഴികളിൽ തിങ്ങി നിൽക്കുന്ന വേദനയിലായിരുന്നു. സംശയത്തോടെ അവളെ നോക്കിയപ്പോൾ ഒന്നും മിണ്ടാതെ അവൾ അവിടെ നിന്ന് ഓടിപ്പോയി. അതൊരു തുടക്കമായിരുന്നു. ഞാൻ നിന്നിരുന്ന സ്ഥലത്തു നിന്നെല്ലാം അവൾ ഒഴിഞ്ഞു മാറി. ആദ്യമൊക്കെ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരുന്നവൾ എന്നെ കാണുമ്പോൾ മൗനമായി. പക്ഷേ അതൊന്നും എന്നിലെ അവളോടുള്ള പ്രണയത്തെ തല്ലിക്കെടുത്തിയില്ല. വീണ്ടും വീണ്ടും ഓരോ കുറുമ്പ് പറഞ്ഞ് അവളുടെ പിന്നാലെ നടന്നു. ദേഷ്യം കൊണ്ട് ചുവക്കുന്നവളുടെ മുഖം കാണാൻ, ഇടയ്ക്കിടെ ആരും കാണാതെ നിറഞ്ഞു പോകുന്ന കണ്ണുകൾ കാണാൻ.
അവളോടുള്ള ഇഷ്ടം അധികം വൈകാതെ തന്നെ എൻ്റെ അനിയനും അറിഞ്ഞു. അവനാണേൽ അവളെന്നാൽ ജീവനായിരുന്നല്ലോ. എന്തിനും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവളെ ഈ കാര്യം പറഞ്ഞ് ഒരിക്കലും നിർബന്ധിക്കരുത് എന്ന് അവനെക്കൊണ്ട് ഞാൻ സത്യം ചെയ്യിപ്പിച്ചിരുന്നു. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അവളുടെ കണ്ണിൽ എന്നോടുള്ള പ്രണയം. പക്ഷെ അത് വിലക്കപ്പെട്ട ഒന്നായത് കൊണ്ടാവാം അവൾ തുറന്നു പറയാഞ്ഞത്. ഈ കാര്യം പറഞ്ഞ് ഇരു വീട്ടുകാർ തമ്മിൽ വെറുപ്പ് പകർത്താൻ എന്തോ എനിക്കും മനസ്സ് വരുന്നില്ലായിരുന്നു. ദിവസവും കർത്താവിനോടുള്ള എൻ്റെ പ്രാർത്ഥന അതുമാത്രമായി മാറി. ആ ഉമ്മച്ചിപ്പെണ്ണിനെ ഏതു വിധേനയും എനിക്ക് തന്നെ തന്നേക്കണേ എന്ന്. പക്ഷേ വിചാരിച്ചതൊക്കെ നടക്കുമെങ്കിൽ ദൈവം എന്തിനാണെന്ന് പറയുന്ന പോലെയായിരുന്നു പിന്നെ നടന്ന കാര്യങ്ങൾ. അവളുടെ നിക്കാഹാണെന്ന് ജലീൽക്ക, അവളുടെ ഉപ്പ, ഒരു ദിവസം വീട്ടിൽ വന്നത് സന്തോഷത്തിൽ പറഞ്ഞപ്പോൾ അവിടെ തകർന്നത് എൻ്റെ ഹൃദയമായിരുന്നു. അറിയാം, എന്നെപ്പോലെ അവളും ഇപ്പോൾ വേദനിക്കുകയാവുമെന്ന്. ജലീൽക്കാക്ക് മുന്നിൽ ചിരിയോടെ തന്നെ നിന്ന എന്നെ ജോക്കുട്ടൻ ദയനീയമായി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ ഡേറ്റ് പറഞ്ഞ് അവർ ഇറങ്ങിപ്പോയപ്പോൾ ഞാനും വീട്ടിൽ നിന്നിറങ്ങി വണ്ടിയെടുത്ത് എങ്ങോട്ടെന്നില്ലാതെ പോയി മനസ്സ് ശാന്തമാക്കാൻ. പക്ഷെ പറ്റുന്നില്ലായിരുന്നു. എങ്ങനെ കഴിയാനാ? ഉള്ളു നിറച്ച് മുറിവുകളായിരുന്നല്ലോ. കല്യാണത്തിന് ഇനി ഒരാഴ്ച മാത്രം. അതിനിടയിൽ അവളെ ഒന്ന് കണ്ടതുപോലുമില്ല. ജോ അവിടെ ചെന്നവളെ കാണാൻ തുടങ്ങി. 2 തവണ ഞാനും ചെന്നെങ്കിലും കണ്ടില്ല. ഇന്ന് അവളുടെ കല്യാണം. എൻ്റേതെന്ന് കരുതി ഞാൻ നെഞ്ചിൽ കൊണ്ട് നടന്നവൾ ഇന്ന് മറ്റൊരുത്തന് സ്വന്തമാവാൻ പോകുന്നു. ഇതാവും വിധി. പക്ഷെ അവളെ മറക്കാനോ സ്നേഹിക്കാതിരിക്കാനോ ഈ ജന്മം എനിക്കാവില്ല. ഓർത്തുകൊണ്ട് ആദം ഹൃദയം പൊടിയുന്ന വേദനയോടെ കണ്ണടച്ചു. പുറത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടാണ് ജോയൽ ഉറക്കമുണർന്നത്. എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി ബെഡിലേക്ക് ചെന്ന് കിടന്നതായിരുന്നു അവൻ. അതിനിടയിൽ എപ്പോഴോ ഉറങ്ങിപ്പോയി. സംഭവം എന്തെന്നറിയാൻ മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ടവൻ വീടിന് പുറത്തേക്ക് ചെന്നപ്പോൾ കല്യാണ വീട്ടിലേക്ക് ഓടുന്നവരെയൊക്കെയാണ് കണ്ടത്. ചേട്ടാ, എന്താ? എന്ത് പറ്റി? എല്ലാവരും എന്താ അവിടേക്ക് ഓടുന്നത്? മുന്നിലൂടെ പോയ ജോസേട്ടനെ പിടിച്ചു നിർത്തി അവൻ വെപ്രാളത്തോടെ ചോദിച്ചു. അത് മോനൊന്നും അറിഞ്ഞില്ലേ? ആ പെങ്കൊച്ചില്ലേ ഐഷ, അവൾ പോയി. അറ്റാക്കാണെന്നാ ഡോക്ടർ പറഞ്ഞത്. കുറേ നേരമായിട്ട് മുറി അടച്ചിട്ടത് കണ്ട് വാതിൽ പൊളിച്ചേച്ച് നോക്കിയതാ. അപ്പോഴേക്കും പോയി. അതും പറഞ്ഞ് അയാൾ ഓടുമ്പോൾ ജോയൽ ഒന്ന് അനങ്ങാൻ പോലും ആവാതെ അവിടെ ഉറച്ചു പോയിരുന്നു. ഐഷേച്ചി, ചേച്ചി പോയെന്നോ? അവന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വേഗത്തിൽ അവിടേക്ക് ഓടിച്ചെന്ന് അവൻ കാണുന്നത് ഒരു കട്ടിലിൽ കല്യാണ വേഷത്തിൽ ശാന്തമായി കണ്ണടച്ച് കിടക്കുന്നവളെയാണ്. അവളുടെ കവിളിലെ കണ്ണുനീർ പാടുകൾ കാണെ അവനും കരഞ്ഞുപോയി. ചുറ്റുമുള്ളവരൊക്കെയും ഉറക്കെ പൊട്ടിക്കരയുന്നു. അവളുടെ ഉമ്മ ബോധം മറഞ്ഞു വീണു. ഉപ്പ ആണേൽ ഒരു മൂലയിലിരുന്ന് മക്കളെ തന്നെ നോക്കി നിൽക്കുന്നു. ബന്ധുക്കൾ ഓരോരുത്തരും വന്ന് വിങ്ങിപ്പൊട്ടുന്നു. എല്ലാവർക്കും അവൾ പ്രിയങ്കരിയായിരുന്നു. അവിടെ ഒരു മൂലയിലായി നിറഞ്ഞ കണ്ണാലെ നിൽക്കുന്ന പപ്പയെയും അമ്മയെയും കണ്ടപ്പോഴാണ് അവന് ആദമിനെ ഓർമ്മ വന്നത്. വന്നതിനേക്കാൾ സ്പീഡിൽ തിരിച്ചോടുമ്പോൾ അവൻ്റെ ഹൃദയം അരുതാത്തതെന്തോ നടന്നു എന്ന രീതിയിൽ ഉച്ചത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. ഇച്ഛ. ചാരിവെച്ച വാതിൽ തള്ളി തുറന്നു കൊണ്ടവൻ ബെഡിൽ കണ്ണടച്ച് കിടക്കുന്ന ആദമിൻ്റെ അരികിൽ ഓടിച്ചെന്നു. ഇച്ഛ, ഇച്ഛ, എഴുന്നേൽക്ക്. ദേ കണ്ടില്ലേ ചേച്ചി പോയെന്ന് പറഞ്ഞുകൊണ്ടവൻ ആദമിൻ്റെ ദേഹത്തെ ഒന്ന് തൊട്ടതും ഞെട്ടിക്കൊണ്ടവൻ പിറകിലേക്ക് മറിഞ്ഞു വീണു. തണുത്ത് കിടക്കുന്ന ആ ശരീരം നോക്കി അവൻ അലമുറയിടുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നിരുന്ന ആൾക്കൂട്ടം അവിടേക്കും ഓടിയെത്തുന്നുണ്ടായിരുന്നു. സമയം നീങ്ങിക്കൊണ്ടിരുന്നു. പ്രാണനെ പോലെ സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കാൻ വിധിയില്ലാത്ത അവർ 2 പേരും മണ്ണിലേക്ക് ചേർക്കപ്പെട്ടു. അത് നോക്കി നിന്ന ജോയൽ കണ്ണുനീരിനിടയിലും ഒന്ന് ചിരിച്ചു. ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്നേഹം വിലക്കപ്പെട്ടതായിരുന്നല്ലോ. ഇനി മരണത്തിലൂടെ നിങ്ങൾ ഒരുമിക്കൂ. അതും ഓർത്തുകൊണ്ടവൻ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു.